ആദ്യമായി ഒരു കാര്യം ഇവിടെ പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നത്, തമിഴ് രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും, ഈ രണ്ട് രാഷ്ട്രീയത്തിൻ്റെ ചരിത്രവും അറിയാവുന്ന, ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ആധികാരികതയുള്ള വളരെ കുറച്ചാളുകളെ ഇപ്പോഴുള്ളൂ. അതിലൊരാളാണ് ഞാൻ. കാരണം ഇതിനെക്കുറിച്ച് തമിഴിലും മലയാളത്തിലും എഴുതിയിട്ടുള്ളവർ മിക്കവാറും ഏതെങ്കിലും ഒരു ഭാഗം മാത്രം അറിയുന്നവരും അത് കൂടുതൽ ശക്തമായി പറയാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് ഒരുതരം വക്രിച്ച ചരിത്രമാണ് ശ്രീ ഇ.വെ. രാമസ്വാമി അവരെ പറ്റി കിട്ടുന്നത്. ഒന്ന്, പെരിയാർ എന്നുള്ള വാക്ക് ഞാൻ പ്രയോഗിക്കാറില്ല, മഹാത്മാ എന്നുള്ള വാക്കും പ്രയോഗിക്കാറില്ല. ഒരാളെക്കുറിച്ചും അങ്ങനത്തെ ഈ വാക്കുകൾ ഞാൻ പ്രയോഗിക്കാറില്ല. അവരുടെ പേര് മാത്രം പറയുന്ന ഒരാളാണ്. തമിഴ്നാട്ടിൽ ഒരാളുടെ പേര് പറയുക എന്നുള്ളത് വലിയൊരു അപമാനമായിട്ട് കരുതുന്ന ഒരു ചുറ്റുപാടാണുള്ളത്. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇ.വെ. രാമസ്വാമി എന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ. ഇ.വെ. രാമസ്വാമിയെ പറ്റി കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് കേരളത്തിൽ ഒരു ചിത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തമിഴ്നാട് സർക്കാർ ഒരുപാട് രൂപ ഇറക്കി ഉണ്ടാക്കുന്ന ഒരു ചിത്രമാണ്. അങ്ങനെ ഒരു സർക്കാർ ആധികാരികമായി ഉണ്ടാക്കുന്ന ഒരു ചിത്രം ഏതൊരു ബുദ്ധിജീവിക്കും ആദ്യമായി ഒരു നുള്ളു ഉപ്പോട് കൂടി മാത്രം സ്വീകരിക്കാവുന്നതാണ്. അത് അങ്ങനെ സ്വീകരിക്കുന്ന ആരും ചിന്തിക്കുന്നവരല്ല എന്ന് തന്നെയാണ് എൻ്റെ വിചാരം. ശ്രീ ഇ.വെ. രാമസ്വാമി അവർക്ക് തമിഴ് ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട്. അതെന്താണെന്ന് ആദ്യം പറയാം. ഒന്ന്, തമിഴ് സാംസ്കാരിക ചരിത്രത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന് പറയുന്നത് ദലിത് പ്രസ്ഥാനമാണ്. 1850കളിൽ തന്നെ ദലിത് രാഷ്ട്രീയം അവിടെ ഉണ്ടായിക്കഴിഞ്ഞു. പിന്നെയും 30-40 കൊല്ലത്തിന് ശേഷമാണ് ജസ്റ്റിസ് പാർട്ടിയുടെ രാഷ്ട്രീയവും, പിന്നീടാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയവും, അതിനുശേഷമാണ് കമ്മ്യൂണിസം രാഷ്ട്രീയവും വരുന്നത്. അപ്പോൾ ആദ്യത്തെ രാഷ്ട്രീയം വരുന്നത് ദലിത് രാഷ്ട്രീയമാണ്. 3 വ്യക്തികളാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ. പണ്ഡിത അയോധ്യദാസ്, രട്ടമലൈ ശ്രീനിവാസൻ, MC രാജ, 3 പേരാണ്. അവരാണ് ദലിത് രാഷ്ട്രീയം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് തുല്യമായി മറുവശത്തുണ്ടായിരുന്ന രാഷ്ട്രീയമാണ് ജസ്റ്റിസ് പാർട്ടിയുടെ രാഷ്ട്രീയം. ജസ്റ്റിസ് പാർട്ടിയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, ഏത് തിന്മയ്ക്കും പിന്നിൽ ഒരു മലയാളി നായരുണ്ടാവും എന്നൊരു നായരായ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അതുപോലെ TM നായർ എന്നൊരാൾ ഉണ്ടാക്കിയതാണ്. TM നായർ അന്ന് ഒന്നിച്ചിരുന്ന മദ്രാസ് പ്രസിഡൻസിയുടെ ഒരു സിറ്റിസണാണ്. അപ്പോൾ മലബാറിലുണ്ടെങ്കിലും പുള്ളി മദ്രാസിലായിരുന്നു. പിന്നെ തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട അപ്പർ കാസ്റ്റിൽപ്പെട്ട മുതലാളിമാരും ലാൻഡ് ലോഡ്സും ചേർന്നുണ്ടാക്കിയ ഒരു പാർട്ടിയാണ് ജസ്റ്റിസ് പാർട്ടി. ബ്രിട്ടീഷുകാരോട് ഒത്ത് ചേർന്ന് പ്രവർത്തിക്കുകയും അധികാര സ്ഥാനങ്ങൾ പിടിച്ചെടുക്കുകയും ഭരിക്കുകയുമാണ് അവരുടെ ഉദ്ദേശം. അതിൽ മഹാരാജാക്കൾ മാത്രമേ പ്രധാനപ്പെട്ട റോളിലുണ്ടായിരുന്നു. പോപ്പിലി രാജ, അങ്ങനെ പല ആളുകൾ. അങ്ങനെ ജസ്റ്റിസ് പാർട്ടി പ്രധാനപ്പെട്ട ഒരു പാർട്ടിയായിരുന്നു. ഇതിൽ ദലിത് രാഷ്ട്രീയം എന്ന് ഇന്ന് നമ്മൾ പറയുന്ന അധകൃത വർഗത്തിൻ്റെ രാഷ്ട്രീയം, അതിൻ്റെ ഐഡിയോളജി എഴുതി ഉണ്ടാക്കിയ ആളാണ് ശ്രീ അയോധ്യദാസ പണ്ഡിതൻ. അദ്ദേഹത്തെപ്പറ്റി തമിഴിൽ ഒരുപാട് എഴുതിയിട്ടും പ്രസംഗിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അയോധ്യദാസ പണ്ഡിതനാണ് ദ്രാവിഡൻ എന്നുള്ള വാക്ക് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നത്. അദ്ദേഹം നടത്തിയ ഒരു പത്രത്തിൻ്റെ പേരാണ് ദ്രാവിഡൻ. അദ്ദേഹം ഈ ഐഡിയ കോൾഡ്വെൽ നിന്നാണ് എടുക്കുന്നത്. സൗത്ത് ഇന്ത്യയിലെ ജനത മുഴുവൻ ദ്രാവിഡരാണ്, അതിൽ ദലിത് ജനതയാണ് ആദി ദ്രാവിഡർ എന്ന് അദ്ദേഹം പറയുന്നു, അദ്ദേഹം സമർത്ഥിക്കുന്നു. അദ്ദേഹം അതിന് ഒരുപാട് എഴുതിയിട്ടുണ്ട്. അതിനെതിരായി ഉണ്ടായിരുന്നത് ജസ്റ്റിസ് പാർട്ടിയുടെ രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയത്തിൽ ദലിതരുടെ 2 ആദ്യകാല പ്രധാനപ്പെട്ട പണിമുടക്കുകൾ ശക്തമായി നേരിടുകയും അവരെ നഗരത്തിൽ നിന്ന് അടിച്ചോൽപ്പിക്കുകയും ചെയ്യുന്ന പണിയായിരുന്നു ജസ്റ്റിസ് പാർട്ടി ചെയ്തിരുന്നത്. പ്രത്യേകിച്ചും പുളിയന്തോപ്പ് കലവരം എന്ന് ഞങ്ങൾ പറയും, പുളിയന്തോപ്പ് ലഹള. പുളിയന്തോപ്പ് എന്നൊരു ഭാഗത്ത്
ഒരുപാട് ദലിതർ ജീവിച്ചിരുന്നു. അവരെല്ലാം അടിച്ചോടിക്കുകയുണ്ടായിരുന്നു. ഇതിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറയണം. 1850, 60, 70 തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ പഞ്ചം, ദ ഗ്രേറ്റ് ഡെക്കാൻ ഫാമൈൻ, നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടാവും. ഒരു ദിവസം 40,000 മൃതശരീരങ്ങളാണ് ചെന്നൈയിൽ സംസ്കരിക്കപ്പെട്ടിരുന്നത്, പഞ്ചത്തിൽ ചത്ത ആളുകൾ. തമിഴകം മുഴുവനും കൃഷി നിന്നുപോയതുകൊണ്ട് ദലിത് ജനത മുഴുവൻ അന്നം തേടി ചെന്നൈയിലേക്ക് വരികയുണ്ടായി. അങ്ങനെയാണ് ദലിത് ജനതയായിരുന്നു ചെന്നൈയുടെ പോപ്പുലേഷനിൽ നേര് പകുതി. അവരിൽ നല്ലൊരു ഭാഗം ജസ്റ്റിസ് പാർട്ടിയുടെ സഹായത്തോട് അടിച്ച് പുറത്തേക്ക് തള്ളുകയാണ് ഉണ്ടായത്. ഇന്നും ചെന്നൈയുടെ പോപ്പുലേഷനിൽ 1/3 ദലിത് ജനതയാണ്. അന്ന് ആ പഞ്ചകാലത്തിലേക്ക് ജീവിക്കാൻ വേണ്ടി വന്നവരാണ്. അന്ന് പോർട്ട് ഉണ്ടാക്കുക, കട്ടിടങ്ങൾ കെട്ടുക, ബക്കിംഗ് കനാൽ വെട്ടുക തുടങ്ങിയ കാര്യങ്ങൾ ദലിത് ജനതയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ പിന്നിൽ ഞാനൊരു നോവൽ എഴുതിയിട്ടുണ്ട്. വെള്ളൈ യാനൈ എന്നാണ് തമിഴിലെ പേര്. ഇംഗ്ലീഷിൽ വൈറ്റ് എലിഫൻറ്റ് എന്ന പേരിൽ വന്നിട്ടുണ്ട്. അമേരിക്കൻ എഡിഷനും വന്നിട്ടുണ്ട്. ഈ ചുറ്റുപാടിലാണ് നിങ്ങൾ ദലിത് പ്രസ്ഥാനത്തിനൊക്കെ നോക്കിക്കാണേണ്ടത്. പിന്നെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം ഉണ്ടായി. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായി വന്ന ഒരാളാണ് EV രാമസ്വാമി. അദ്ദേഹം കോൺഗ്രസിൻ്റെ ഉള്ളിലെ വരദരാജുലു നായിഡു എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ അനുയായിയായിരുന്നു. 1925 സമയത്തല്ല, അദ്ദേഹം വരദരാജു നായിഡുവിൻ്റെ അനുയായിയായിരുന്നു. കോൺഗ്രസിൻ്റെ ഉള്ളിൽ ഒരു പ്രശ്നമുണ്ടായി. ഒരു റീജിയണൽ കോൺഗ്രസ് പാർട്ടി അവരുടെ എല്ലാ നടപടികളും റീജിയണൽ ലാംഗ്വേജിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ എന്ന് ഗാന്ധിയുടെ നേതൃത്വം ഒരു നോട്ടീസ് അയക്കുന്നു. അതുവരയ്ക്കും കോൺഗ്രസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇംഗ്ലീഷിലായിരുന്നു. അപ്പോൾ റീജിയണൽ ലാംഗ്വേജിലേക്ക് കൊണ്ടുവരണം എന്നായി. അപ്പോൾ ഏത് ലാംഗ്വേജിൽ കൊണ്ടുവരും? തമിഴിലാണോ, തെലുങ്കിലാണോ, അല്ലെങ്കിൽ മലയാളത്തിലാണോ? പഴയ മദ്രാസ് പ്രസിഡൻസി മുഴുവൻ മലബാറും തമിഴകത്തിലെ 3/4 ഭാഗവും വിശാഖപട്ടണം വരയ്ക്കുമുള്ള തെലുങ്ക് രാജ്യവും ചേർന്നാണ് പഴയ മദ്രാസ് പ്രസിഡൻസി. അപ്പോൾ തെലുങ്കാണോ തമിഴാണോ എന്നൊരു പ്രശ്നമുണ്ടായി. തമിഴ്നാട് ജനതയിൽ ഇന്നും തമിഴ്നാട് പോപ്പുലേഷൻ ഏതാണ്ട് 30%-ത്തിലധികം തെലുങ്ക് സംസാരിക്കുന്ന ജനതയാണ്. രണ്ടാമത്, തമിഴ്നാട്ടിൻ്റെ നിലങ്ങളിൽ, മണ്ണിൽ പകുതിയിലധികവും തെലുങ്ക് സംസാരിക്കുന്ന ജനതയിലാണ്. കാരണം 220 കൊല്ലം തമിഴകം ഭരിച്ചിരുന്നത് തെലുങ്ക് രാജാക്കന്മാരാണ്. ബ്രിട്ടീഷുകാർ എത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഭരണം തെലുങ്കരുടെ കയ്യിലാണ്. നാട്ടുരാജാക്കന്മാരിൽ 7 പേരൊഴിച്ച് ബാക്കി എല്ലാവരും തെലുങ്ക് ആളുകളാണ്. അപ്പോൾ തെലുങ്ക് തമിഴ് എന്നൊരു സ്ട്രഗിൾ ഉണ്ടായി. കോൺഗ്രസിൻ്റെ ഉള്ളിൽ ഭിന്നിപ്പുണ്ടായി. വരദരാജ നായിഡു പുറത്തേക്ക് പോയി. ഒപ്പം EV രാമസ്വാമിയും പുറത്തേക്ക് പോയി. EV രാമസ്വാമി ജസ്റ്റിസ് പാർട്ടിയിലേക്ക് പോയി ചേരി. ജസ്റ്റിസ് പാർട്ടിയെ ദ്രാവിഡ കഴകം എന്ന പേരിൽ ജസ്റ്റിസ് പാർട്ടിയിൽ നിന്ന് മറ്റൊരു ഘടകം ഉണ്ടാക്കി. അങ്ങനെയാണ് EV രാമസ്വാമി അവരുടെ രാഷ്ട്രീയം തുടങ്ങുന്നത്. ദ്രാവിഡർ എന്നുള്ള വാക്ക് അയോധ്യദാസിൽ നിന്ന് എടുക്കുകയും ജസ്റ്റിസ് പാർട്ടിയിലെ അനുയായികളെ ഒപ്പം ചേർക്കുകയും കോൺഗ്രസിൽ നിന്ന് ഭിന്നിപ്പിച്ച് വന്ന തെലുങ്ക് ജനതയെ ഉടൻ ചേർക്കുകയും അങ്ങനെ ഒരു രാഷ്ട്രീയമാണ് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തത്. അത് പരിപൂർണമായും തുടക്കത്തിൽ ഒരു തെലുങ്ക് രാഷ്ട്രീയവും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ക്രമേണ അത് ഒരു MPC രാഷ്ട്രീയമാണ്. മോസ്റ്റ് ബാക്ക്വേർഡ് കാസ്റ്റ് ആൻഡ് ബാക്ക്വേർഡ് കാസ്റ്റിൻ്റെ രാഷ്ട്രീയമാണ്. ഇതിൽ വളച്ചു കെട്ടൊന്നുമില്ല. ഞാനൊരു രാഷ്ട്രീയക്കാരനൊന്നുമല്ല. എന്തുകൊണ്ടോ അത് പറയുന്നതാണ്. ഇത് ചരിത്രമാണ്. അദ്ദേഹത്തിന് ഒരു ഐഡിയോളജി ഉണ്ടായിരുന്നു. ആ ഐഡിയോളജി ക്രമേണ ഉണ്ടായി വന്നതാണ്. അദ്ദേഹം രാജാജിയുടെ കോൺഗ്രസ് പാർട്ടിയിൽ രാജാജിയുടെ അതർ സൈഡായിരുന്നു. അപ്പോൾ പുറത്തേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശത്രുക്കളായിരുന്നത് രാജാജിയും സത്യമൂർത്തിയുമാണ്. അങ്ങനെ അദ്ദേഹം കടുത്ത ആൻറ്റി ബ്രാഹ്മിൻ സ്റ്റാൻഡ് എടുക്കുകയുണ്ടായി. പിന്നെ തമിഴകം മുഴുവൻ അദ്ദേഹം ആൻറ്റി ബ്രാഹ്മിൻ സ്റ്റാൻഡ് എടുത്തു. ഇതിൻ്റെ ഭാഗമായി ക്രമേണ അദ്ദേഹം ഒരു നവോത്ഥാന നായകനായി രൂപപ്പെട്ടു എന്ന് പറയാം. തമിഴ്നാട്ടിൽ റാഷണാലിറ്റി, അതിൻ്റെ തമിഴ് വാക്ക് പകുത്തറിവ് എന്നാണ്. റാഷണാലിറ്റി, ആത്മാഭിമാനം, തമിഴിൽ അതിൻ്റെ വാക്ക് സ്വയമര്യാദ എന്നാണ്. ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ ഐഡിയോളജിയാണ്. തമിഴ്നാട്ടിലുണ്ടായിരുന്ന ബ്രാഹ്മണ
മേലാധിക്യം അല്ലെ ഹെഗിമോണി ഇല്ലാതാക്കാൻ വേണ്ടി വളരെ ശക്തമായി പൊരുതുകയും അതിൽ നല്ലൊരു ഭാഗം വിജയിക്കുകയും ചെയ്ത ഒരാളാണ്. ബ്രാഹ്മണ ഹെഗിമോണി രണ്ട് രീതിയിലാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, നേരിട്ട് തഞ്ചാവൂർ ഭാഗത്ത് സ്വത്തുകൾ മുഴുവൻ ബ്രാഹ്മണരുടെ കയ്യിലായിരുന്നു. അത് മുഴുവൻ ഇല്ലാതാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എന്നാൽ തമിഴ് ജനതയുടെ മനസ്സിലുള്ള ബ്രാഹ്മണിസം ഇല്ലാതാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി. അദ്ദേഹം ദ്രാവിഡർ കഴകം എന്നൊരു സാധനം ഉണ്ടാക്കി. ഇതിൽ നിന്നും അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾക്കെതിരായിട്ട് യുദ്ധം ചെയ്ത ഒരാളാണ്. ഒന്ന്, സ്ത്രീകളുടെ വിമോചനത്തിന് വേണ്ടി ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ബ്രാഹ്മണർ അല്ലാത്തവരുടെ വിമോചനത്തിന് വേണ്ടി ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ഭൂപരിഷ്കരണത്തിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം തന്നെ വളരെ ചെറുപ്പമുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു എന്ന പേരിൽ ശ്രീ അണ്ണാതുരൈ അയാളെ കക്ഷിയിൽ നിന്ന് പുറത്തു പോവുകയും ദ്രാവിഡ മുന്നേറ്റ കഴകം ഉണ്ടാക്കുകയും ചെയ്തു. അണ്ണാതുരൈ വളരെ ശക്തമായ ഒരു പ്രാസംഗികനാണ്. ഒരു പരിധി വരെ വി രാമസ്വാമി നായക്കരുടെ മനോഭാവത്തിലുണ്ടായിരുന്ന നെഗറ്റിവിറ്റി ഇല്ലാത്ത ആളുമാണ്. കൂടുതൽ പോസിറ്റീവായ അപ്രോച്ചുള്ള ആളാണ്. ഇന്ത്യയെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും കൂടുതൽ ധാരണയുള്ള ആളാണ്. അദ്ദേഹം ഉണ്ടാക്കിയ പാർട്ടി സക്സസ്സായി. അദ്ദേഹം ചീഫ് മിനിസ്റ്ററായി. അദ്ദേഹം ചീഫ് മിനിസ്റ്റർ ആകുമ്പോഴും അദ്ദേഹത്തിന് എതിരായ ഒരു പ്രചരണത്തിലായിരുന്നു വി രാമസ്വാമി. അണ്ണാതുരൈക്ക് എതിരായിട്ട് തന്നെ രാഷ്ട്രീയം ചെയ്യുകയായിരുന്നു. പക്ഷെ ജയിച്ചതിന് ശേഷം തൻ്റെ ഭരണം തൻ്റെ ഗുരുവായ രാമസ്വാമിക്ക് അടിയറ വയ്ക്കുകയാണ് അണ്ണാതുരൈ ചെയ്തത്. ഇന്ന് DMKയുടെ ഒഫീഷ്യലായ ഐഡിയോളജിക്കൽ ഫേസായിട്ട് രാമസ്വാമി കരുതപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് എന്താണ് എന്ന് പറയുകയാണ്. ഒന്ന്, ഇന്ത്യയിൽ മുഴുവനും തമിഴ്നാട് മുഴുവനും നിന്നിരുന്ന ബ്രാഹ്മണ ഉച്ചനീചത്വം അല്ലേ, അതിനെതിരായി ശക്തമായി പ്രവർത്തിച്ച ഒരാളാണ്. അന്ധവിശ്വാസങ്ങൾക്കെതിരായി അതിശക്തമായി പ്രവർത്തിച്ച ഒരാളാണ്. റാഷണാലിറ്റി, സയൻറ്റിഫിക് ടെമ്പർമെൻറ്റ്, അത് രണ്ടിനെയും വളരെ ശക്തമായി മുമ്പോട്ട് വെച്ച ആളാണ്. ഒരു പരിധി വരയ്ക്കും മഹാത്മാ ഫൂലെ അല്ലെങ്കിൽ ഇവിടെ സഹോദരൻ അയ്യപ്പൻ എന്നിവരോട് താരതമ്യപ്പെടുത്തേണ്ട ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ റാഷണൽ മൂവ്മെൻറ്റ് തമിഴ്നാട്ടിൽ വളരെ ശക്തമായ ഒരു സ്വാധീനമുണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ്. നെഗറ്റിവിറ്റി എന്ന് പറയുകയാണെങ്കിൽ, ഒന്ന്, പരിപൂർണമായും നെഗറ്റീവ് മെൻറ്റാലിറ്റി ഉള്ള ഒരു പ്രസ്ഥാനമാണ്. എതിർപ്പ് മാത്രമുള്ള പ്രസ്ഥാനമാണ്. അതിനപ്പുറത്ത് ക്രിയേറ്റീവ് തോട്ട് എന്നൊരു സംഭവമില്ല. രണ്ടാമത്, റാഷണാലിറ്റി എന്ന പേരിൽ മൊത്ത സംസ്കാരത്തെ അടച്ച് ആക്ഷേപിക്കുകയും അടച്ച് തിരസ്കരിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് അദ്ദേഹം എടുത്തത്. അതായത് തിരുക്കുറൾ തന്നെ ഒരു വൈദിക ഗ്രന്ഥമാണ്, അതിൻ്റെ ആവശ്യമില്ല. തമിഴ്നാട്ടിൻ്റെ മുഴുവൻ സാഹിത്യവും മലം പുരണ്ട കരിമ്പടമാണ്, അത് കഴുകി ശരിയാക്കാൻ പറ്റില്ല, എടുത്ത് പുറത്തിടാനേ പറ്റുള്ളൂ എന്നാണ് പുള്ളി പറഞ്ഞത്. അതിനെതിരെയാണ് അണ്ണാതുരൈ ദ്രാവിഡ മുന്നേറ്റ കഴകം ഉണ്ടാക്കിയതും അദ്ദേഹം തമിഴിൻ്റെ ട്രഡീഷൻ മുഴുവൻ സ്വീകരിക്കുകയും അത് മുഴുവൻ അകത്ത് വെച്ചുകൊണ്ട് വേറൊരു ഐഡിയോളജി ഉണ്ടാക്കുകയും ചെയ്തു. മൂന്നാമത്, അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് അതൊരിക്കലും അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ സൈഡുള്ളതായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ സഹപാഠികളും അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടേഴ്സ് എല്ലാവരുമേ വലിയ പണക്കാരും ലാൻഡ് ലോഡ്സൊക്കെ ആയിരുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അദ്ദേഹം കമ്മ്യൂണിസ്റ്റത്തിന് വളരെ ശക്തമായ എതിർപ്പ് ആദ്യകാലം മുതൽ വച്ചു പുലർത്തിയ ഒരാളാണ്. കമ്മ്യൂണിസ്റ്റുകളെക്കുറിച്ച് വളരെ നിശിതമായ വളരെ തരം താഴ്ന്ന വിമർശനം മുമ്പോട്ട് വെച്ച ഒരാളാണ്. കീഴ്വെൺമണി എന്നൊരു സ്ഥലത്ത് ഗോപാലസ്വാമി നായിഡു എന്ന ഒരാൾ, തെലുങ്കാണ്, അദ്ദേഹം 48 ദലിതരെ ഒരു കുടിലിൽ വെച്ച് തീ വെച്ച് കൊളുത്തുകയുണ്ടായി. തമിഴ് സംസ്കാരത്തിലെ വളരെ ദാരുണമായ ഒരു സംഭവമാണത്. ഇന്നും വളരെ ഓർമ്മിക്കപ്പെടുന്ന ഒരു സംഭവമാണ്. അവർ ഒരു ഇടങ്ങഴി അരി കൂടുതൽ കൂലി ചോദിച്ചു എന്നുള്ളതാണ് കുറ്റം. ആ സമയത്ത് ഈ കൂടുതൽ കൂലി കൊണ്ട് ഇവർ കള്ള് കുടിക്കുകയേ ചെയ്തുള്ളൂ എന്ന് പറഞ്ഞ് നായിഡുവിൻ്റെ സപ്പോർട്ടായിട്ട് സംസാരിച്ച ഒരാളാണ് വി രാമസ്വാമി. ഇത് മൂന്നുമാണ് അദ്ദേഹത്തിൻ്റെ നെഗറ്റീവ്. ഒന്ന്, പരിപൂർണമായ നെഗറ്റീവ് സ്റ്റാൻഡ്.
രണ്ടാമതായത് ട്രഡീഷന് എതിരായിട്ടുള്ള പരിപൂർണമായ ഒരു നിലപാട്, സാംസ്കാരികമായി പരിപൂർണമായും തിരസ്കരിക്കുന്ന ഒരു നിലപാട്. 3, എപ്പോഴും ഫ്യൂഡലിസത്തിനും അല്ലെങ്കിൽ മേൽക്കോമയ്ക്കും ഒപ്പം നിൽക്കുന്ന നിലപാട്. ഇതാണ് ഇ വി രാമസ്വാമി സായക്കയുടെ പൊതുചിത്രം എന്ന് പറയും. അപ്പോൾ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് എങ്ങനെ കാണുക എന്ന് പറഞ്ഞാൽ, എനിക്ക് അദ്ദേഹത്തിന് തമിഴിൽ ഉണ്ടാക്കിയ ഈ റാഷണൽ ഇമ്പാക്റ്റിനോട് വലിയ മതിപ്പുണ്ട്. അദ്ദേഹം തമിഴിൽ ഉണ്ടാക്കിയ സയൻസിനോടുള്ള ആഭിമുഖ്യത്തിൽ എനിക്ക് വലിയ മതിപ്പുണ്ട്, ഇപ്പോഴും വലിയ താല്പര്യമുണ്ട്. ഞാൻ എപ്പോഴും ഒരു ആൻറ്റി ബ്രാഹ്മിനിസ്റ്റ് സ്റ്റാൻഡ് എടുക്കുന്ന ഒരാളാണെന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. ഒരിക്കലും ബ്രാഹ്മിനിസ്റ്റ് അല്ല, ആൻറ്റി ബ്രാഹ്മിനിസ്റ്റ് തന്നെയാണ്. അതുകൊണ്ട് ആൻറ്റി ബ്രാഹ്മിനിസം എനിക്ക് സ്വീകാര്യമാണ്. പക്ഷേ വെറുപ്പ് സ്വകാര്യമല്ല. അതായത് ബ്രാഹ്മണരെ ഒട്ടുമൊത്തമായിട്ട് പറയുന്നതിൽ എനിക്ക് താല്പര്യമില്ല. പക്ഷേ ബ്രാഹ്മിനിസ്റ്റ് വാല്യൂ സിസ്റ്റം എനിക്ക് സ്വീകാര്യമല്ല. അത് ഈ 3 കാര്യങ്ങളിലും രാമസ്വാമി അദ്ദേഹം എനിക്ക് സ്വീകാര്യനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നെഗറ്റിവിറ്റി ഒരു ഐക്കണായിട്ട് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ ഹിസ്റ്റോറിക്കലായിട്ട് വളരെ തെറ്റായ രീതിയിൽ പോകാൻ സാധ്യതയുള്ള സംഭവമാണ്. ഏത് നെഗറ്റിവിറ്റി, ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിനെതിരായിട്ടുള്ള ഏത് നെഗറ്റിവിറ്റി അപായകരമാണ്. എപ്പോഴെങ്കിലും ഒരിക്കൽ അത് തീപറ്റിക്കാൻ സാധ്യതയുണ്ട്. ഒരിക്കലും നെഗറ്റിവിറ്റി പ്രചരിപ്പിക്കുന്ന ഒരു ചിന്തകൻ ഒരു സംസ്കാരത്തിൻ്റെ മുഖമുദ്ര ആകാൻ പാടില്ല, ആരായാലും ശരി. 2, ഏത് സന്ദർഭത്തിലും ട്രഡീഷനെ അടച്ചാക്ഷേപിക്കുക എന്നത് ഒരു ചിന്തകൻ്റെ ഒരു നിലപാടാകാൻ അതൊന്നും തെറ്റല്ല. കാരണം ഈ വലിയ ഒരു ഡൈനാമിക്സിൽ ഒരു ശബ്ദം അങ്ങനെ ഉണ്ടാവാൻ നല്ലതാണ്. ഇപ്പോൾ മലയാളത്തിലൊരു ചിന്തകൻ എഴുത്തച്ഛനെ പരിപൂർണമായി നിരസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ, പരിപൂർണ്ണം നിരസിക്കുന്നു എന്ന് പറഞ്ഞാൽ, അത് ഒരു ചിന്തകൻ്റെ വോയിസ് എന്ന നിലയ്ക്ക് ശരിയാണ്. അങ്ങനെ ഒരു വോയിസ് വേണം. എന്നാൽ മലയാള ചരിത്രത്തിൻ്റെ പ്രധാനമായ മുഖം എഴുത്തച്ഛനെയും കുമാരനാശാനെയും പരിപൂർണമായി തിരസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അത്ര ശരിയല്ല. അങ്ങനെ പിന്നെ കൾച്ചറിനെ തിരസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ വെറും കൺസ്യൂമർ മാത്രമായിപ്പോവും. 3, ചരിത്രത്തിൻ്റെ പ്രധാന സന്ദർഭങ്ങളിലെല്ലാം, മാറ്റങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിലെല്ലാം വെറും സാംസ്കാരികമായ കാര്യങ്ങളെ മാത്രം സംസാരിക്കുകയും ഇക്കണോമിക്കായ കാര്യങ്ങളിൽ വളരെ പിന്തിരിപ്പ നിലപാടെടുക്കുകയും ചെയ്യുന്നത് ഉചിതമായ ഒരു കാര്യമല്ല. സാംസ്കാരികമായ കാര്യങ്ങളിൽ പ്രോഗ്രസീവ് സ്റ്റാൻഡ് എത്ര പ്രാധാന്യമുണ്ടോ അത്രയും പ്രാധാന്യം ഇക്കണോമിക്കായ കാര്യങ്ങളിലുണ്ടോ എന്നുള്ളതാണ്. ഇതാണ് പെരിയാറുടെ ചിത്രം. ഈ ചിത്രം അംബേദ്കർ ജന്മശതാബ്ദി വരുന്നത് വരയ്ക്കും തമിഴകത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നില്ല, വളരെ പ്രധാനപ്പെട്ട ഒരു ഐക്കണോ ആയിരുന്നില്ല. അംബേദ്കർ ജന്മശതാബ്ദി വരികയും ദലിത് പ്രസ്ഥാനം പൊന്തി വരികയും ചെയ്തപ്പോൾ അംബേദ്കർക്ക് തുല്യമായി MBC കമ്മ്യൂണിറ്റി മുമ്പോട്ട് വെച്ച ഒരു ചിത്രമാണ് ഇ വി രാമസ്വാമി. അത് നമ്മൾ ശ്രദ്ധായിട്ട് മനസ്സിലാക്കും. ഇപ്പോൾ പെരിയാർ അംബേദ്കർ എന്നാ പറയുക. വളരെ അടുത്ത കാലത്തിൽ അംബേദ്കറിന് ഇൻസ്പിറേഷൻ കൊടുത്തത് തന്നെ പെരിയാറാണ് എന്ന് എഴുതി വിടുന്നുണ്ട്. അത് ഒരു അഹങ്കാരമാണ്. നാരായണഗുരുവിനെതിരായിട്ട് വൃത്തികെട്ട നായന്മാർ ചട്ടമ്പിസ്വാമിയെ കൊണ്ട് നിർത്തുന്ന പോലത്തെ ഒരു വൃത്തികേടാണത്. അത് എന്തായാലും ഞങ്ങൾ വേറെ ആളെ കൊണ്ട് നിർത്തും എന്നുള്ളതാണ്. അംബേദ്കർ ഇന്ത്യ കണ്ട മഹത്തായ ഒരു മുഖമാണ്. ഇന്ത്യ ഗാന്ധി അംബേദ്കർ എന്ന ഡ്യുയാലിറ്റിയിൽ തന്നെയാണ് എന്നും നിൽക്കുക. അതിന് തുല്യമായിട്ട് ഓരോ റീജിയനിലും ഓരോ ആളെ പൊക്കിക്കൊണ്ട് വരിക എന്നുള്ളത് അത്ര നല്ല കാര്യമല്ല. അങ്ങനെ പെരിയാറിനെ എഴുതി ഉണ്ടാക്കി കൊണ്ടുവരിക ചെയ്തു. അതിനുശേഷമാണ് ഇന്ന് നിങ്ങൾ കാണുന്ന പെരിയാറിൻ്റെ കുറിച്ചുള്ള എല്ലാ ചിത്രങ്ങളും എഴുതി ഉണ്ടാക്കപ്പെട്ടത്, പുസ്തകങ്ങൾ എഴുതപ്പെട്ടത്. മുഴുവൻ സർക്കാർ സഹായം കൊണ്ട് എഴുതപ്പെട്ട പുസ്തകങ്ങളാണ്, വൻ ട്രസ്റ്റുകളുടെ സഹായം കൊണ്ട് എഴുതപ്പെട്ട പുസ്തകങ്ങൾ. അതിൽ ഒരു പുസ്തകത്തിനെക്കുറിച്ച് പറഞ്ഞ് ഈ ചുരുക്കം സംഭാഷണം മുറുക്കാൻ തന്നെ. കേരളത്തിൽ വൈക്കം സത്യാഗ്രഹം നടന്നിരുന്നു. ഈ സത്യാഗ്രഹം അതിൻ്റെ നായകൻ, വൈക്കം വീരൻ എന്ന് പറയേണ്ടത് TK മാധവനാണ്. അദ്ദേഹം അത് മുമ്പോട്ടെടുക്കുന്നതിന് കാരണമുണ്ട്. അതിനു മുമ്പ് സദസ്യതിലകൻ വേദുപ്പിള്ളയുടെ കാലഘട്ടത്തിൽ വൈക്കത്ത് ജനത ഈഴവർ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകാൻ ശ്രമിക്കുകയും മുഴുവൻ ആളുകളെയും കൊന്നൊരു കിണറ്റിലിടുകയും ചെയ്തുണ്ടായി. അപ്പോൾ അവിടെ തന്നെ പിന്നെയും പോകുക എന്ന് പറയുന്നത് ഒരു അടയാളം കൂടിയാണ്. TK മാധവൻ ആദ്യം അന്നി പെസൻറ്റിനെയാണ് കാണുന്നത്.
അന്നിബെസൻറ്റ് സപ്പോർട്ട് തേടുകയുണ്ടായി. ഗാന്ധിയെ പോയി കാണുന്നുണ്ട്, ഗാന്ധിയുടെ സപ്പോർട്ട് തേടുന്നു. അപ്പോൾ ഗാന്ധി പറയുന്നു, ഇത് ഹിന്ദുക്കൾ തമ്മിലുള്ള യുദ്ധമായി തീരാൻ സാധ്യതയുണ്ട്, ഈ സന്ദർഭത്തിൽ ഇത് ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ നിരന്തരം ചെന്ന് കാണുകയും അങ്ങനെ ഗാന്ധി ഒടുവിൽ സമ്മതിക്കുകയും ചെയ്തു. അപ്പോഴും ഗാന്ധിക്ക് ഈ യുദ്ധത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഒരുപാട് സംശയങ്ങളുണ്ടായി. അപ്പോൾ ഗാന്ധി പറയുന്നു, ഹിന്ദു സമുദായത്തിലെ 3 പ്രധാനപ്പെട്ട ജാതിയിൽ നിന്നും ഓരോ ആൾ വീതം എല്ലാ ദിവസവും സമരത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട്. ഈഴവർ, നായർ അല്ലെങ്കിൽ ബ്രാഹ്മിൻ, ദലിതർ 3 ആളും ഉണ്ടാവണം ഓരോ ദിവസവും, എങ്കിലേ ഞാൻ സമ്മതിക്കുള്ളൂ എന്ന് പറയുന്നു. കാരണം അത് ഭിന്നിപ്പുണ്ടാവില്ല. ഹിന്ദുക്കൾ അല്ലാത്തവർ ഇതിൽ പങ്കെടുക്കാൻ പാടില്ല, ഇത് പരിപൂർണ്ണ ഹിന്ദുക്കൾ നടത്തുന്ന യുദ്ധമാകണം. എന്നിട്ട് TK മാധവൻ ഇത് മുമ്പോട്ടെടുക്കുകയും നടത്തുകയും വിജയിക്കുകയും ചെയ്തു. ഗാന്ധി അതിനു വേണ്ടിയിട്ടാണ് കേരളത്തിലേക്ക് വരുന്നു. ഗാന്ധി സ്വയം ഇന്ത്യൻ തുരുത്തിൽ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടിനെ കണ്ട് സംസാരിക്കുന്നു. അദ്ദേഹം സമ്മതിക്കുന്നില്ല. അവസാനം ഈ തിരുവിതാംകൂറിൻ്റെ ക്യാപ്റ്റനായിരുന്ന പിറ്റ്സിനെ കണ്ട് സംസാരിക്കുന്നു. പിറ്റ്സ് ഒന്ന് ഇനി സത്യാഗ്രഹികൾക്കെതിരായിട്ടുള്ള ഒരു സമരത്തിന് ഞാൻ സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് അത് ഒരു തീരുമാനത്തിലെത്തുന്നത്. നിങ്ങൾക്കറിയാവുന്ന ചരിത്രമായിരിക്കും. ആ ഒത്തുതീർപ്പിൽ ഒപ്പിടുന്നത് ഗാന്ധിയുടെ മകൻ ദേവദാസ് ഗാന്ധിയാണ്. അങ്ങനെ തുടങ്ങുന്നത് TK മാധവനും മുഴുമിപ്പിക്കുന്നത് ഗാന്ധിയുമാണ്. ഈ സമരം തീരാൻ ഒരു കാരണം നാരായണ ഗുരുവാണ്. ആദ്യം മുതൽ നാരായണ ഗുരു അതിലേക്ക് കടന്നു വരില്ല എന്ന് പറഞ്ഞു. ഇതിൽ എനിക്ക് താല്പര്യമില്ല, അവർ വരണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനു പോകണം എന്നാണ്. പക്ഷേ അവസാനം നാരായണ ഗുരു സ്വയം വരികയും സ്വയം സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോഴത്തേക്കും സീൻ മാറി. അന്ന് നാരായണ ഗുരു ആരായിരുന്നു നിങ്ങൾക്കറിയാം. കേരളത്തിലെ ജനതയിലെ ഒരു നല്ലൊരു ഭാഗം സപ്പോർട്ട് ചെയ്യുന്ന ഒരു നേതാവ് അകത്തേക്ക് വന്നപ്പോൾ തന്നെ ഒരു രാജ്യത്തിനും ഒരു രാജാവിനും മറിച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ഈ യുദ്ധത്തിൽ, ഈ സമരത്തിൽ ഒരു പ്രധാന റോൾ എന്ന് പറയുന്ന റോൾ വഹിച്ച ഒരാളാണ് EV രാമസ്വാമി. അദ്ദേഹം ഏതാനും മാസങ്ങൾ 1925 ഭാഗത്ത് ഇവിടെ വരികയും ഇതിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ജയിലിലും കിടന്നിട്ടുണ്ട്. പക്ഷേ തമിഴക ചരിത്രത്തിൽ മുഴുവൻ വൈക്കം സത്യാഗ്രഹം തുടങ്ങിയത്, നടത്തിയത്, വിജയിപ്പിച്ചത് EV രാമസ്വാമിയാണ് എന്നാണ് പാഠപുസ്തകങ്ങൾ വരയ്ക്ക് എഴുതി പിടിപ്പിച്ചിട്ടുള്ളത്. ഇതിനെതിരെ ഞാനൊരു ശക്തമായ ലേഖനം എഴുതിയിട്ടുണ്ട്. എനിക്കെതിരായിട്ട് ഒരു വലിയ പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം മുഴുവൻ രാമസ്വാമിയെ പ്രകീർത്തിച്ച് മലയാളി നേതാക്കൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് മുഴുവൻ സമാഹരിച്ച് ആ പുസ്തകം എഴുതിയിട്ടുണ്ട്. പക്ഷേ തുടങ്ങിയത് അദ്ദേഹമല്ല, നടത്തിയത് അദ്ദേഹമല്ല, വിജയിപ്പിച്ചത് അദ്ദേഹമല്ല. അതിനുശേഷം തിരുവാർപ്പ് പോലത്തെ സ്ഥലങ്ങളിൽ TK മാധവൻ ഈ സമരം മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്തു, ഗുരുവായൂരിലൊക്കെ. ഇതിൻ്റെ ചിത്രം വരയ്ക്കാതെ അദ്ദേഹം പങ്കെടുത്തത് മാത്രമാണ് ഈ സമരം, അത് അദ്ദേഹം നടത്തിയതാണ്, അദ്ദേഹത്തിന് മാത്രമാണെന്നൊരു പുസ്തകം എഴുതുകയുണ്ടായി. ആ പുസ്തകം മലയാളത്തിൽ വിവർത്തനം ചെയ്യുകയും മലയാളത്തിൽ ആയിരക്കണക്കിന് വിറ്റഴിക്കുകയും കേരള ചീഫ് മിനിസ്റ്റർ അത് പ്രസിദ്ധീകരിക്കുകയും മലയാളികൾ അതങ്ങോട്ട് വാങ്ങുകയും ചെയ്തു. ഒറ്റവാക്ക് പറയുകയാണെങ്കിൽ പലപ്പോഴും ചരിത്രത്തിൻ്റെ വക്രീകരണങ്ങൾ തമിഴിലെ സെറ്റുകൂടി ആവുള്ളൂ, മലയാളികൾ കുറച്ചുകൂടി ബോധവാന്മാരാണെന്നൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. അത് എനിക്കിപ്പോൾ ഇല്ല. വീരമണിയുടെ പുസ്തകം മലയാളത്തിൽ ധാരാളം വിറ്റഴിക്കപ്പെട്ടിട്ടുള്ളതാണ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടും EVRൻ്റെ പങ്കിനെ സംബന്ധിച്ചുമുള്ളത്. എനിക്ക് പറയാനുള്ളത് EVRന് വലിയ പങ്കുണ്ട് വൈക്കം സത്യാഗ്രഹത്തിൽ. അദ്ദേഹം വനിതകൾ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻറ്റിന് ശേഷമാണ്. അദ്ദേഹം ഭാര്യയും സഹോദരിയും കൂടെ കൊണ്ടുവന്ന് സമരത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ചതിന് ശേഷമാണ് വനിതകൾ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നത്. 2 കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രവുമായി അദ്ദേഹം ബന്ധപ്പെട്ട് നിൽക്കുന്നു. ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ്റെ സമ്മേളനത്തിൽ അദ്ദേഹം പലതവണ പങ്കെടുക്കുകയും ഇൻസ്പിറേഷൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ ആകെയുള്ള ബഹുജനങ്ങളെ ഈ വൈക്കം സത്യാഗ്രഹത്തിൽ അണിനിരത്തുന്നതിൽ EVRൻ്റെ പങ്കാളിത്തം ഏറ്റവും പ്രബലമായ ഒരു ഘടകമായി തീർന്നിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകം സ്മരിക്കേണ്ട കാര്യമാണ്. നിശ്ചയമായി അതിൻ്റെ നിയാമക ശക്തി TK മാധവനാണ്. പക്ഷേ അതിനൊരു ബഹുജന പ്രക്ഷോഭമാക്കി വളർത്തിയെടുക്കുന്നതിലും രാജ്യവ്യാപകമായ ശ്രദ്ധ കൊണ്ടുവരുന്നതിലും EVRൻ്റെ പങ്ക് അനിഷേധ്യമായിട്ടുള്ളതാണ് എന്നുള്ളത് ഈ തരുണത്തിൽ ഓർമ്മിപ്പിക്കുക. അത് നിങ്ങളുടെ അഭിപ്രായമായിരിക്കും, അത് ചരിത്രമല്ല. 1925 EV രാമസ്വാമി അദ്ദേഹം 44-45 വയസ്സേ ഉള്ളൂ. തമിഴകത്തിൽ തന്നെ പ്രധാനപ്പെട്ട നേതാവല്ല. തമിഴകത്തിൽ നിന്നും കൂടുതൽ നേതാക്കന്മാർ, വളരെ പ്രധാനപ്പെട്ട വേറെ നേതാക്കന്മാർ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് രാഷ്ട്രീയത്തിൽ വലുതായ ആളാണ് EV രാമസ്വാമി. നിങ്ങളുടെ ചരിത്രമല്ല. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് വിഴുങ്ങാം, പക്ഷേ അത് ചരിത്രമല്ല. 2, ഞാൻ പറഞ്ഞ എല്ലാം വസ്തുതകളാണ്. നിങ്ങൾ വിശ്വസിക്കാം, വിശ്വാസം നിങ്ങളുടെ, നിങ്ങളെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ. നന്ദി.